ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിട്ട് അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ യെല്ലോ ഡ്രസ്സിൻ്റെ കൂടെ ബ്ലൂ കളറിലെ ഇയറിങ്സ് ആണ് കേട്ടോ മാച്ച് ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പോൾ നമ്മൾ പോകുന്നത് മാടമ്പി ക്ഷേത്രത്തിലും അതുപോലെ വെട്ടിക്കോട്ട് മഹാദേവ ക്ഷേത്രത്തിലും കൂടെയാണ് കേട്ടോ. അപ്പം ആദ്യം നമ്മൾ മാടമ്പി ക്ഷേത്രത്തിൽ വന്ന് ഇവിടെ ഉത്സവമാണ് കേട്ടോ. അതായത് ഞങ്ങൾ ചെന്ന ദിവസവും ഇനി നാളെയും, അതായത് ഇന്നാണ് ഞങ്ങൾ പോയത്. അപ്പോൾ നാളെയും കൂടെ ഉള്ള അവിടുത്തെ ഉത്സവം. ഇന്നലെയൊക്കെ ഭയങ്കര ഉത്സവം ഉണ്ടായിരുന്നു കേട്ടോ, കെട്ടുകാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ പറയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ വീടുകളിൽ നമുക്ക് പറയിടാൻ പറ്റാത്ത ആളുകൾക്ക് അമ്പലത്തിൽ വന്നിട്ട് നമുക്ക് പറ സമർപ്പിക്കാം. അങ്ങനെ നമ്മൾ പറയും കൂടി ഇടുന്നുണ്ട്. ഞങ്ങളുടെ ഉത്സവം ഇവിടെ നാളെയാണ് കേട്ടോ, അമ്പലത്തിലെ ഉത്സവം. അപ്പോൾ അവിടുത്തെ പാട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഇതിനകത്തൊരു പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതിവിടെ അമ്പലത്തിൽ ഇപ്പോൾ പാട്ടിട്ടായിരുന്നു, അതിൻ്റെയാണ് കേട്ടോ. ഇത് അമ്പലമാണോ? അതാ ഓടിട്ടത്. അങ്ങനെ ഞങ്ങൾ വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രത്തിൽ വന്ന്, കേരളത്തിൽ തന്നെ ആദ്യത്തെ നാഗക്ഷേത്രത്തിൻ്റെ ആസ്ഥാനമാണ് വെട്ടിക്കോട്ട്. കേരളം സൃഷ്ടിച്ചതിന് ശേഷം പരശുരാമൻ ആദ്യമായി സ്ഥാപിച്ചതായി വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രമാണ് വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രം. അതുകൊണ്ടാണ് ആദിമൂലം വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രം എന്നതിന് പേര് വന്നത്. ഇവിടെ 2 ശ്രീകോവിലുകളുണ്ട്. അതിൽ ഒന്നിൽ നാഗരാജാവും ഒന്നിൽ നാഗയക്ഷിയുമാണ്. 6 ഏക്കറിലായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മേപ്പള്ളി ഇല്ലത്തെ നമ്പൂതിരിമാരാണ് ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. കക്ഷി പ്രജാപതിക്ക് കദ്രു എന്ന പത്നിയിൽ ജനിച്ച പുത്രന്മാരായ 8 നാഗരാജാക്കന്മാരിൽ ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമായ അനന്ത ഭഗവാനെ തനതായ രൂപത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ഒരു ക്ഷേത്രമേ കേരളത്തിലുള്ളൂ. അതാണ് വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെല്ലാം തൊഴുതിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ തൊഴുത് തിരിച്ചിറങ്ങുന്നതും നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ എത്തുന്നത്. അപ്പോൾ ഇവിടെ നാഗരാജാവും ഉണ്ട്, നാഗയക്ഷിയും ഉണ്ട്. പിന്നെ അത് കൂടാതെ ഒരുപാട് ശില്പങ്ങളുണ്ട്. പിന്നെ നിറയെ കാവുകളും വള്ളിപ്പടപ്പുകളും ഒക്കെയാണ്. അപ്പോൾ ഈ ഓരോ ശില്പങ്ങൾക്കും ഓരോ നാഗശിലകൾക്കും ഒക്കെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അതിനൊക്കെ ഓരോ ദേവസ്ഥാനവും ഓരോ കാര്യങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരുപാട് ആൾക്കാർ പപ്പടമൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് പപ്പടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒന്നാണ് മഞ്ഞളും ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഇവിടുത്തെ മെയിൻ പ്രസാദം വരുന്നത്. അതുപോലെ ഒരു വലിയൊരു വഴിപാടാണ് നമ്മൾ മഞ്ഞൾ പറ നൽകുന്നതും ഒരു വലിയ വഴിപാടാണ് ഇവിടുത്തെ. പിന്നെ അതുപോലെ പുള്ളുവൻ പാട്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടും നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പുള്ളുവൻ പാട്ട് ഒക്കെ നമ്മുടെ പേരും നാളും ഒക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്യിക്കാനൊക്കെ അതൊക്കെ ഉണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം തൊഴുത് ഇറങ്ങി അമ്പലത്തിന് വെളിയിൽ ഇറങ്ങി. ഒരുപാട് ഇഷ്ടം പോലെയാണ് കച്ചവടം ഉള്ളത്. ഒരുപാട് 10 രൂപ കച്ചവടങ്ങൾ. അതായത് നമ്മുടെ നാട്ടിൽ നിന്നും കാലഹരണപ്പെട്ട് പോകുന്ന ഒരു കാര്യമാണ് 10 രൂപയ്ക്ക് എടുത്താലും 10 രൂപ എന്നുള്ളൊരു കച്ചവടം. ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്തൊക്കെ ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഏതെടുത്താലും 10 രൂപ ആയിരുന്നു. പിന്നെ ഏതെടുത്താലും 20 പിന്നെ 25 പിന്നെ 50 പിന്നെ വല്ലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ മാത്രമാണ് നമ്മൾ 10 രൂപ കട കാണുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇഷ്ടംപോലെ 10 രൂപ കടകളുണ്ട് കേട്ടോ. അവിടുന്ന് കമ്മലിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരുപാട് 10 രൂപയുടെ കടകളുണ്ട്. പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും തുണികളാണെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിലും വെള്ളമാണെന്നുണ്ടെങ്കിലും പൊരിപ്പ് സാധനങ്ങളാണെന്നുണ്ടെങ്കിലും പച്ചക്കറികളൊക്കെ നല്ല നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറേ പച്ചക്കറികൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ തുണികളാണെങ്കിലും എല്ലാത്തിനും നല്ല വിലക്കുറവാണ്. എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ് കേട്ടോ.
പിന്നെ കുറേ വർഷങ്ങൾ പുറകിലോട്ട് പോയി ഞാൻ ഈ പമ്പരം കണ്ടപ്പം ഒരെണ്ണം പിന്നീടാണ് കേട്ടോ ഓർത്തത് ഒരെണ്ണം വാങ്ങിക്കേണ്ടതായിരുന്നു എന്നുള്ളത്. കാരണം കുറേ വർഷം അത് കണ്ടപ്പോഴത്തേക്കും കുട്ടിക്കാലത്തെ ഉത്സവങ്ങളൊക്കെയാണ് ഓർമ്മ വന്നത്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് കുറച്ച് ചെറിയുള്ളിയും സവാളയും വാങ്ങിച്ചു. ഇവിടെ 2.5 കിലോ ചെറിയുള്ളിക്ക് 100 രൂപ, 2 കിലോ സവാളയ്ക്ക് 100 രൂപ, അങ്ങനെയായിരുന്നു കേട്ടോ വില വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ കായംകുളത്തൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അപ്പം എനിക്കും ചേട്ടനും പൊറോട്ടയും ബീഫ് കറിയുമാണ് കേട്ടോ. ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം കൂടുതൽ. പക്ഷെ അച്ഛനും അമ്മയ്ക്കും വെജിറ്റബിൾ കറിയൊക്കെയാണ് ഇഷ്ടം. അവർ ചിക്കനും ബീഫും ഒന്നും അധികം കഴിക്കത്തേ ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു. രാവിലത്തെ ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ നേരം കിടന്ന് ഉറങ്ങി. അപ്പോൾ അത്രയൊക്കെയുള്ള അടുത്തൊരു എടുക്കാനാണ്.